പീതാംബരി. മഞ്ജു, നിന്റെ അമ്മ തന്ന മാലയും വളയൊക്കെ ഇടിയിച്ചിട്ടെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഏട്ടത്തിയുടെ അമ്മ കൊണ്ടുവന്ന ഓർണമെന്റ്സേ മാറ്റി വെച്ചിരിക്കുവാ. ഇനി ഇപ്പോഴേ ഇത് അഴിച്ചു വെച്ചിട്ട് മോൾക്ക് അത് ഇട്ട് കൊടുത്താൽ മതി. അപകടം ഏത് വഴിയാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇനിയും നിന്റെ സംശയം മാറിയില്ലേ മഞ്ജു? മഞ്ജുവിന്റെ മാത്രമല്ല, എന്റെയും സംശയം മാറിയിട്ടില്ല. ഇനിയും സംശയിച്ചോണ്ട് നിൽക്കാതെ ഇങ്ങോട്ടിരിക്കുക. അനന്തു, നീ മട ഇങ്ങോട്ടിരിക്ക. സാഗറെ, ഇനി ഈ പോസിൽ ഒരു സെൽഫി എടുത്തേ. ഇങ്ങോട്ടിരിക്ക. എന്റെ അമ്മച്ചിയെ ഇതൊരു ചോർച്ചില്ല. ചൂടുവെള്ളം ഒരു ദേഹത്ത് ഒഴിച്ചിട്ട് ചൊറിച്ചിലങ്ങോട്ട് മാറുന്നില്ലല്ലോ അമ്മേ. എനിക്കും അങ്ങനെ തന്നെയാടാ. ഇച്ചിരി ചൊറിഞ്ഞാലും കുഴപ്പമില്ല. അവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടങ്ങ് നടന്നാ മതിയായിരുന്നു. നീ അവനെ വിളിച്ചില്ലേടാ? ആ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. ആ ചിലപ്പോ കാര്യം നടന്നതുകൊണ്ടേ ഫോൺ എടുക്കണ്ടെന്ന് കരുതി കാണും. എന്തായാലും അവര് വിളിക്കാതിരിക്കല്ല, ബാക്കി കാശ് വാങ്ങിക്കാനായിട്ട്. ഇടയ്ക്ക് എവിടുന്ന് ഒരു കൊച്ചിന്റെ കരച്ചിൽ കേട്ടായിരുന്നോ അമ്മേ? നീ കേട്ടായിരുന്നോ? ഞാനും കേട്ടായിരുന്നടാ. അങ്ങനെയാണെങ്കിലേ ആ കൊച്ചു പോയി കേട്ടോ. അതെങ്ങനെ? എടാ, നമ്മള് കേട്ട ആ കരച്ചിലുണ്ടല്ലോ, അത് ആ കൊച്ചിന്റെ ആത്മാവിന്റെയാ. ഓ, അത് ചിലപ്പോ ശരിയായിരിക്കും. ആ എത്രയായി? എടാ, അവള് വരുന്നുണ്ട്. ഈ സമയത്ത് അവളിപ്പോ ഇങ്ങോട്ട് വരേണ്ടതല്ലോ. ആ അല്ല, ഇതെന്താ രണ്ടാൾക്കും പറ്റിയത്? എന്ത് പറ്റാനാ? നീ ചൊറിയാൻ വേണ്ടി ഞങ്ങളുടെ മുറിക്കകത്ത് പൊടി വിതറിയിട്ടല്ലേടി പോയത്? അതിന്റെ ചൊറിച്ചിലായത്. ചൊറിഞ്ഞു ചൊറിഞ്ഞു മനുഷ്യൻ ചത്ത്. അതെ അതെ. എന്നിട്ട് എന്തായി അവിടുത്തെ ചടങ്ങുകൾ? എന്തായി? അത് ഗംഭീരമായിട്ട് നടന്നു. കണ്ണൻ കുഞ്ഞിന് നൂല് കെട്ടി. അതൊന്നുമല്ല ഭാഗ്യെന്ന് പറയുന്നത്. നൂലുകെട്ട് നടന്ന സമയത്ത് തന്നെ ഒരു സ്വാമി അവിടെ വന്നു. നല്ല തേജസ്സുള്ളൊരു സ്വാമി. എന്നിട്ട് ആ സ്വാമി മോളെ മടിയിലിരുത്തി അനുഗ്രഹിക്കുകയും നല്ല ഉയർച്ചയുള്ള കുഞ്ഞാണെന്ന് പറയുകയൊക്കെ ചെയ്തു. എടി, അതുവല്ല കള്ളസ്വാമിയായിരിക്കും. പിള്ളേരെ പിടുത്തക്കാരായിരിക്കും. അതെ അതെ, അതുപോലുള്ള കുറെ കള്ള സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഭസ്മം കൊടുത്ത് പിള്ളേരെ മയക്കുന്ന സ്വാമിമാര്. ആ അത് പറഞ്ഞപ്പോഴാ ആ സിദ്ധനായ സ്വാമി അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തത്. എന്നിട്ടത് കുഞ്ഞിന്റെ നെറ്റിയിലൊക്കെ തൊട്ടിട്ടാ പോയത്. സത്യം പറയാലോ, ദൈവം തന്നെയാ സ്വാമിയെ ആ സമയത്ത് അങ്ങോട്ട് അയച്ചത്. അവൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോടാ. അതാ ഞാനും ആലോചിക്കുന്നേ. സാരമില്ലമ്മേ, അവൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. എടാ, കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അതിന്റെ 5-10 മിനിറ്റ് കഴിയുമ്പോ കാര്യങ്ങൾ നടക്കുമെന്നല്ലേ അവൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ സമയം എത്രയാടാ? ഒരുത്തി ചടങ്ങിൽ പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. എടാ, അവൻ ശരിക്കും കുഞ്ഞിന് ഭസ്മം കൊടുത്ത് കൊല്ലാനായിട്ടാണോ പോയത്, അതോ അനുഗ്രഹിക്കാനാണോ പോയത്? എന്തായാലും ഭസ്മം കുഞ്ഞിന്റെ നെറ്റിയിൽ തൊട്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലേ. അതിന്റെ ഫലം ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മൾ കാണാതിരിക്കില്ല. ചൊറിഞ്ഞു ചൊറിഞ്ഞു മനുഷ്യനൊരു പരുവായി. ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്ത കേട്ടിരുന്നെങ്കിൽ ഒരു സന്തോഷമായേനെ, കുറച്ച് സമാധാനമായേനെ. കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമ്പോ അവിടെ കിടന്ന് കരയേണ്ടവളാ.
ചിരിച്ച മുഖമായിട്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ഓ, ആ എന്തായാലും നിന്നെ കൊണ്ട് കുറച്ച് ഗുണ്ടകൾ ജീവിക്കുന്നുണ്ട് ഇപ്പൊ. അവന്മാർക്ക് പൈസ കിട്ടുന്നതല്ലാതെ യാതൊരു ഗുണവും ഇല്ല. ഇത് പക്ഷെ അങ്ങനെയല്ലമ്മേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നടന്നാ കൊള്ളാം. ഓ, എന്റെ ദൈവമേ, ജീവിതത്തിൽ ഇന്നു വരെ എന്റെ കൈയും കാലും ഇങ്ങനെയൊന്നും ചൊറിഞ്ഞിട്ടില്ലേ. ഓ ഓ. പിന്നെ നൂലുകെട്ട് അലങ്കോലാവൂന്ന മുത്തശ്ശി അച്ഛനൊക്കെ പറയുന്നേ. മിക്കവാറും അവിടെ സന്തോഷത്തോടെ ചടങ്ങ് ആഘോഷിക്കുന്നവരൊക്കെ പിന്നീട് ഒരുപാട് കരയും. നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞല്ലേ, അത് എത്രത്തോളം വലിക്കുമെന്ന് കണ്ടറിയണം. അവരെ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. ഇനിയുള്ള കാലം അത്രയും അച്ഛനെ ജയിലിൽ കിടത്തണമെന്ന് ഇവിടത്തെ വലിയേട്ടനും ലക്ഷ്മിയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ദേഷ്യം അച്ഛൻ അവരുടെ കുഞ്ഞിന്റെ മേലെ തീർക്കും. അതെ, നിനക്കൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പേ ഓരോരോ സ്വപ്നങ്ങൾ കാണും, പിന്നെ അതൊക്കെ മനസ്സിലിട്ട് താലോലിക്കും. അതൊന്നും ഇവിടെ വേണ്ട. ആദ്യം അങ്ങനെ ഒരു വാർത്ത കേൾക്കട്ടെ. കണ്ണന്റെ ലക്ഷ്മിയുടെ മകൾക്ക് ആപത്തുണ്ടായെന്ന് ആരെങ്കിലും വന്ന് പറയട്ടെ. അതിനുശേഷം ഈ സന്തോഷമൊക്കെ മുഖത്ത് മതി. നൂലുകെട്ട് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല. അത് മാത്രമല്ലല്ലോ, ഓണം വരികയല്ലേ. ഓണത്തിന് അവരെല്ലാവരും കൂടി ആഘോഷിക്കുമ്പോ അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇവിടെ താമസിക്കുകയാണെങ്കിൽ അതൊക്കെ കണ്ടു നിന്നേ പറ്റൂ. എന്റെ ഭർത്താവിന് കഴിവില്ലാതായി പോയി. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനൊരു നരകത്തിൽ കിടക്കേണ്ടി വന്നത്. നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാരണേ. എന്റെ ഏട്ടനെന്ന് പറയുന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിലാ ഞാനിപ്പോ ഇങ്ങനെ കിടക്കുന്നത്. നീ എല്ലാത്തിനും സാക്ഷിയായിരുന്നല്ലോ. ശ്വാസം മുട്ടി അയാൾ മരിക്കാറായതാ. വഴിയിൽ വെച്ച് പോലും ഞാൻ അയാളെ കൊല്ലാൻ നോക്കിയതാ. അന്നാ മാർക്കോ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെയും നിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടാനായിട്ട് അയാൾ ഇവിടെ കാണില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒന്നും നടന്നില്ലല്ലോ. പിന്നെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. അയാള് നടക്കൊന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റി. മാർക്കോ ഉണ്ണിയേട്ടന്റെ കാല് തല്ലി ഒടിച്ചതിനേക്കാളും വലിയ സങ്കടമായിരുന്നു അയാളന്ന് ഈ വീടിന്റെ പടി നടന്നു കയറുന്നത് കണ്ടപ്പോ. ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. അതിന് ഇന്നെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചിരിക്കുന്നതും ലക്ഷ്മി കരയുന്നതും എന്നെ പോലെ തന്നെ സ്വപ്നം കാണുന്നവരാ എന്റെ അച്ഛനും മുത്തശ്ശി. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരേതറ്റം വരെയും പോവും ഉണ്ണിയേട്ടാ. അതിലാ എന്റെ പ്രതീക്ഷ. ആ കൊച്ചിന്റെ കാര്യത്തിൽ ഇപ്പോ ഒരു തീരുമാനമായി കാണും. അയാളുടെ നിന്ന് പൈസ വാങ്ങിക്കണ്ടേ ദിനേശ? ആദ്യേ ഈ ചൊറിച്ചിലൊന്ന് തീരട്ടെ, എന്നിട്ട് വിളിക്കാം. പറഞ്ഞ നാക്കെടുത്തില്ല, അതിനു മുമ്പേ അയാളുടെ വിളി വന്നു. പൈസ തരാനായിരിക്കോടാ. ഓ, ഫോൺ എടുത്ത് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ ഇവിടെ. ചൊറിയാനേ 2 കൈയൊന്നും പോരാ. നീ ആ സ്പീക്കറിലിട്. എന്താടാ? ഓ, ഒരു പരുവായി സാറേ. കഴിഞ്ഞോ? ഇല്ല, ഞാനും സ്വാമിയും ഒരു പരുവായെന്ന് പറഞ്ഞതാ. ചൊറിഞ്ഞു.
നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ? അയ്യോ ഉണ്ടോന്നോ? സാറിനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്കാ എനിക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. ചൊറിച്ചിന് കാരണം എനിക്ക് ബൈക്ക് പോലും ഓടിക്കാൻ പറ്റുന്നില്ലെന്ന്. സ്വാമി എന്റെ അടുത്ത് നിന്ന് നിർത്താതെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. എടാ എനിക്കും എന്റെ അമ്മയ്ക്കും അതേ അവസ്ഥയാടാ. അയ്യോ ഞങ്ങള് ചൊറിഞ്ഞൊറിഞ്ഞൊരു പരുവായി. എന്നാലും കാര്യം നടന്നല്ലേ സാറേ? ചൊറിഞ്ഞ് അതിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നെഞ്ചത്തടിച്ച് കരയുമായിരിക്കും. ഒന്ന് ചുമ്മാ ഇടാ. നൂലുകെട്ടിന് പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ട് ഒരുത്തി ഇവിടെ തിരിച്ചെത്തുകയും ചെയ്തു. കുഞ്ഞിന്റെ മുത്തശ്ശി. അപ്പൊ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല സാറേ? എന്റെ വായിൽ വല്ലാതെ വരുന്നേ. എടാ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. കുഴപ്പം മുഴുവൻ കൊല്ലാൻ പോയവർക്കും ഞങ്ങൾക്കുവാ. ആ കള്ളസ്വാമി പണി പറ്റിച്ചെന്നാ തോന്നേ. അത് മാത്രം പറയല്ലേ സാറേ, ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുക. എന്റെ ഭസ്മം മൂക്കി കയറിയാലുണ്ടല്ലോ 10 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് ടിം. എടാ ഇപ്പൊ കുഞ്ഞല്ലടാ, ഞാനും എന്റെ അമ്മയാ ഇപ്പൊ ദിമ്മായിരിക്കുന്നേ. നീയൊക്കെ ഇവിടത്തെ സ്വാമിയടാ. സാറേ ഞാനിവിടെ നല്ലപോലെ ചൊറിഞ്ഞോണ്ടിരിക്കുക. അതിന്റെ കൂടെ ഇതുപോലുള്ള വർത്തമാനം പറയല്ലേ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? എന്നെ ഭസ്മമാക്കി കളയൂടാ. എടാ നിന്റെ ഭസ്മത്തിന് കാലെണ്ണയുടെ പ്രയോജനമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായടാ. എടാ ഒട്ടുപാലേ, നീ ചൊറിച്ചിലൊക്കെ കഴിയുമ്പോ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഓ ശരി സാറേ. അവനെ ഞാൻ മിക്കവാറും തൃശങ്കു സ്വർഗത്തിലിരുത്തും. ഒന്നും മിണ്ടാതിരിടോ, എനിക്കൊന്ന് ചൊറിഞ്ഞു എന്നാണ്. അപ്പൊ പിന്നെ എനിക്കാരും ചൊറിഞ്ഞു തരും. അയ്യോ എനിക്ക് ചൊറിഞ്ഞിട്ട് സഹിക്കാൻ മേലന്റെ അമ്മോ. നിനക്കിത് എവിടുന്ന് കിട്ടുന്നുണ്ടാ ഇതുപോലുള്ള ഇനങ്ങള്? എത്ര തവണയെന്ന് വെച്ചാ ഒരു കൊച്ചിനെ എങ്ങനെ ആശിപ്പിക്കുന്നത്? ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. കഴിഞ്ഞ കൊറേ നാളായിട്ട് ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് ചൊറിയമ്മേ. കണ്ണനെ ലക്ഷ്മിയും കരയിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നിനെ അങ്ങ് പറഞ്ഞു. എന്നിട്ട് നമ്മളും മാറിയിരുന്ന് കരയും. നമ്മുടെ കുഞ്ഞു ആ കള്ളസ്വാമിയുടെ ഭസ്മം ശ്വസിച്ച കുഞ്ഞു പോകുന്നൊക്കെ അവര് പറയുന്നേ. ഇപ്പൊ പോയല്ലോ അവനും അവനെ പറഞ്ഞു വിട്ടവനും ഇപ്പൊ കുത്തിയിരുന്ന് ചൊറിയുമല്ലേ. ലക്ഷ്മിക്ക് ജനിച്ചതേ അവളെ പോലെ തന്നെ സാത്താന്റെ സന്തതിയാ. അല്ല പ്രതാപ, കുറച്ച് കഴിയുമ്പോ ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമായിരിക്കുമോ? ആ ഭസ്മം ശ്വസിച്ച ഒരു 5 മിനിറ്റിനുള്ളിൽ കാര്യം നടക്കുന്നൊക്കെയാണ് ആ കള്ളസ്വാമി പറഞ്ഞേ. കൊച്ചുങ്ങള് ശ്വസിക്കുവോടാ? പിന്നെ കൊച്ചുങ്ങൾ ശ്വസിക്കാതെ അവരെങ്ങനെ ജീവിച്ചിരിക്കുന്നേ? അതല്ലടാ മണ്ട, ഈ ഭസ്മം ശ്വസിക്കാൻ അതിന് പറ്റുമോന്നാ ഞാൻ ചോദിച്ചേ. അതൊന്നും എനിക്ക് അറിയത്തില്ല അമ്മേ. എന്തായാലും ഇനി ഇപ്പൊ കണ്ണനും മഹാലക്ഷ്മി മാത്രമല്ലേ ഒന്ന് ചോദിച്ചേ, അവരുടെ കുഞ്ഞിനെയും നമ്മൾ ഭയക്കണം എന്നാ തോന്നുന്നേ. പിന്നെ നൂല് കെട്ട് കഴിഞ്ഞ് കണ്ണൻ ലക്ഷ്മിയും കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തോട്ട് പോവില്ലേ, അത്രയും സമാധാനം. മോളാണെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയെന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. പാവം എന്നെ പുറം കൊണ്ടുപോയിട്ടെങ്കിലും കൊണ്ട് ഒരക്കട്ടെ. യോ എടാ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഞാൻ മാത്രമേ മടങ്ങുന്നുള്ളൂ.
എന്റെ ഭാര്യയും കുഞ്ഞും കൂടെയില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു വിഷമം രണ്ടാക്കും വേണ്ട. ഇപ്പൊ കൊണ്ടുപോയില്ലെങ്കിലും ഓണം കഴിയുമ്പോ കൊണ്ടുപോകുന്നല്ലേ പറയുന്നത്. ഓണത്തിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ കണ്ണേട്ടാ. പിന്നെ എല്ലാ കാലം കുഞ്ഞിനെ ഇവിടെ നിർത്താൻ പറ്റൂലേകെ? സ്വന്തം അമ്മയും മോളും എനിക്കിപ്പോ എന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. സാരമില്ലടാ, ഇവിടെ കുറച്ച് വിഷമിക്കും, എന്നാലും കുഴപ്പമില്ല. നീ പറഞ്ഞ പോലെ എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് അവിടെ വന്ന് മോളെ നിങ്ങളും കാണാമല്ലോ. തോമസ് സാർ ഇവൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാ പറഞ്ഞത്. അപ്പോഴും ഇവളോട് എന്നോടും സാറ് വേറൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അമ്മയാകാത്തൊരു പെൺകുട്ടി അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് പരിചരിക്കുകയും അതുപോലെ തന്നെ അവൾ അമ്മയായതിനു ശേഷം അവളുടെ കുഞ്ഞിനെ താലോലിക്കൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ഒരു കുഞ്ഞിനു വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുമെന്നും ആ ആഗ്രഹം മനസ്സിനും ശരീരത്തിനും പല മാറ്റങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വ്യക്തമായ ചില തെളിവുകളോടെയാ ഞങ്ങളോട് ഇക്കാര്യം സംസാരിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാവുന്ന മാറ്റം കാരണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കുഞ്ഞെന്ന സ്വപ്നം നടന്നെന്ന് വരാമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പോയപ്പോഴും പറഞ്ഞതാ അല്ലടോ? അതെ. എന്നിട്ടും എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ കണ്ണേട്ടാ. അമ്മയാവാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണവും എനിക്കില്ലല്ലോ. എന്റെ നീലമോള് ജനിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല കണ്ണേട്ടാ. നിങ്ങൾ രണ്ടാളും മോളെയും കുട്ടി പോയാലും എനിക്ക് കാണാനുള്ള അവസരം ഒരുക്കിയാൽ മാത്രം മതി. അതെന്തൊരു പറച്ചിലല്ലേ? ഞങ്ങളുടെ മോള് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. അവിടെ ഞങ്ങളുടെ കുഞ്ഞാണ് മോളാണെന്ന അധികാരമൊന്നും ഞങ്ങൾ ഒരിക്കലും കാണിക്കില്ല. അത് ഞാനും ഇയാളും നിനക്കും അനുദൂനം തരുന്ന വാക്കാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എല്ലാം ഗംഭീരമായിട്ട് നടന്ന എന്റെ സന്തോഷത്തോടെ. എന്തിനല്ലേക്കാ കരയുന്നേ? അല്ല, കുഞ്ഞിനെ വളർത്താൻ യോഗ്യതയില്ലാത്തവർക്ക് പോലും കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ട്. ഞാൻ കരുണയുടെയും ഉണ്ണിയുടെയും കാര്യം പറഞ്ഞത്. ഞങ്ങൾക്ക് മാത്രം ആ ഭാഗ്യമില്ലല്ലോ എന്ന് അറിയാതെ ചിന്തിച്ചു പോയതാ. എന്തിനല്ലേക്കാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒന്നും ആഗ്രഹിക്കാതെയാ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നല്ലൊരു ദാമ്പത്യം കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് പോയിട്ട് കണ്ണേട്ടനൊന്ന് നടന്നു കണ്ടാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നിപ്പോതേ ഈ മോളെ കിട്ടി. ഇനി നമ്മളെല്ലാവരും തീരുമാനിച്ച പോലെ നമുക്ക് എല്ലാവർക്കും ഈ മോളെ പങ്കിട്ടെടുക്കാം. ഓ ഓ ഓ കരയില്ലടാ. ലേഖയും മോളെ അമ്മന്ന് തന്നെ വിളിക്കട്ടെ. മോൾക്ക് രണ്ടമ്മമാരും രണ്ടച്ഛന്മാരും ഉണ്ടാവുന്നത് ഒരു ഭാഗ്യല്ലേ?
ഓ, 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 ഓ. എന്താ വാവേ? ഓ ഓ ഓ ഓ ഓ ഓ. അമ്മയുടെ വാവയ്ക്ക് എന്താ? ഓ ഓ ഓ ഓ ഓ ഓ ഓ. അയാൾ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. അവളും കുഞ്ഞൊന്നും കൂടെയില്ലല്ലോ. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? മോനെ, ചടങ്ങ് ഗംഭീരമായിട്ട് ആഘോഷിച്ചോ? ആ, ആഘോഷിച്ചു. അമ്മ തന്ന മാലയും വളയും കാൽത്തളയൊക്കെ മോൾക്ക് ഇട്ടുകൊടുത്തത്. എല്ലാവരും സ്വർണ്ണമായിട്ട് വന്നു, മഹിയുടെ അമ്മയും മഞ്ജു ഒക്കെ. എന്നാലും അമ്മയുടെ ആഗ്രഹത്തിനാ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത്.